വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ 13 നോമ്പുകളിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, 13 നോമ്പ് ഞാൻ നോറ്റു, എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആത്മീയമായിട്ട് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ, നന്മകൾ എന്നിൽ വന്നിട്ടുണ്ട് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണം. സ്വയം ചിന്തിച്ചാൽ മതി, വേറെ കാര്യങ്ങൾ നോക്കണ്ട, സ്വന്തം ചിന്തിക്കുക. എന്നിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട്? ഞാൻ 13 നോമ്പ് നോറ്റു, ഓരോ ദിവസവും 13 മണിക്കൂർ പട്ടിണി കിടക്കുന്നു. ഈ പട്ടിണി കൊണ്ട് എന്ത് ഗുണമാണ് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത്. നിങ്ങൾ മുത്തഖിയായിട്ടുണ്ടോ? ഞാൻ മുത്തഖിയായിട്ടുണ്ടോ എന്ന് സ്വന്തം ചിന്തിക്കുക. മുത്തഖിയാണെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ശഅബാനിൽ ഉണ്ടായിരുന്ന നമ്മളാകില്ല റമദാൻ 13-ലെ നമ്മളിൽ നിന്ന് ഒരുപാട് ഹീനമായ ചിന്തകൾ മാറിയിട്ടുണ്ടാകും, ചീത്തയായ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ടാകും, ചീത്തയായ പെരുമാറ്റങ്ങൾ മാറിയിട്ടുണ്ടാകും, ഗീബത്ത് പറയുന്നത് നിർത്തിയിട്ടുണ്ടാകും, കളവ് പറയില്ല, അതുപോലെ അമിതമായി സംസാരിക്കുകയില്ല, അനാവശ്യ വാക്കുകൾ പറയുകയില്ല, കളവ് പറയുകയില്ല, ഒരാളെയും ഉപദ്രവിക്കില്ല, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെയൊക്കെ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം അത് വന്നിട്ടുണ്ടോ എന്ന് ഓരോ ആളുകൾ ചിന്തിക്കാം. അല്ലാതെ ഞാൻ കുറെ നോമ്പ് പറ്റി, കുറെ പട്ടിണി കിടന്നു, അവസാനം മഗ്‌രിബിന്റെ സമയത്ത് എല്ലാം വാരി വലിച്ച് കഴിച്ച്, അതാണ് എന്റെ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി വഅത്ശിഇ ഇല്ലൽ ജൂ മുഹമ്മദ് മുസ്തഫ. കേവലം വിശപ്പും പട്ടിണിയാകുന്ന നോമ്പ് അത് അള്ളാഹുവിന് വേണ്ട നോമ്പ്, തഖ്വയുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ നോമ്പാണ്. എന്ത് കാര്യത്തിൽ വന്നാലും ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക. അപ്പൊ നോമ്പുകാരനാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് സംസാരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തൊരു വർത്താനം, ആവശ്യമില്ലാത്തൊരു സംസാരം അത് ഒരാളെയും പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കൂല എന്ന് നമ്മൾ ശപഥം ചെയ്ത് തീരുമാനിക്കുക. അത് കുട്ടികളായാലും വലിയവരായാലും ഞാനായാലും എല്ലാവരും തീരുമാനിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാവിനെ നിയന്ത്രിക്കുക, അത് വലിയൊരു നിഅമത്താണ്. അത് നമുക്കിപ്പോഴും കഴിയുന്നില്ലെങ്കിൽ നമ്മളിൽ എന്തോ ഈമാൻ എവിടേക്കോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ട പണികൾ ചെയ്യണം. ഈമാൻ ഉറപ്പിക്കണമെങ്കിൽ, ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ ദിക്റിനെ അധികരിപ്പിക്കുക. ദിക്റിനെ അധികരിപ്പിച്ചാൽ അല്ലാഹ് എന്ന ബോധം നമുക്കുണ്ടാകും. ഇന്നമാഇദാ ദുക്കിറല്ലാഹ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന പരിശുദ്ധ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കുക. 2 സമയത്ത് ദുആ, അത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. ഒന്നാമത്തത് അത്താഴം കഴിക്കുന്ന സമയം. നമ്മൾ അത്താഴം കഴിക്കുന്നവർ, അത്താഴം കഴിക്കൽ ശക്തിയായ സുന്നത്താണ്. എല്ലാവരും അത്താഴം കഴിക്കണം. അല്ലാതെ തറാവി കഴിഞ്ഞ മുത്താഴം വയറ് നിറയെ കഴിച്ചിട്ട് പിന്നെ സുബഹിയില്ല, അങ്ങനെ നമ്മൾ ആവരുത്. അപ്പൊ അത്താഴം കഴിക്കുക, അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുക, അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് അത്താഴം കഴിക്കുക. ഈത്തപ്പഴം കഴിക്കൽ സുന്നത്താണ്. ഈത്തപ്പഴം, വെള്ളം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കുറച്ചു നേരം ഖുർആൻ ഓതാൻ കഴിയുമ്പോൾ ഖുർആൻ ഓതുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് വലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ആ നോമ്പ് തുറക്കുന്ന സമയം. ആ സമയത്ത് പൊതുവേ നമ്മളൊക്കെ ഇഫ്താറിന് പോവാണെങ്കിലും നോമ്പ് തുറക്ക് പോവാണെങ്കിലും അല്ലാതെ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പൊ അത് കുട്ടികളോടും എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, സംസാരിക്കരുത്. ആ സമയത്ത് തസ്ബീഹ് ചൊല്ലുക. അല്ലെങ്കിൽ ഇത് മഗ്ഫിറത്തിന്റെ പത്തല്ലേ, ഇസ്തിഗ്ഫാർ ചൊല്ലുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മനുഷ്യനാണ്, പലതും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക. ആരോട് സംസാരിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. ആ സമയത്ത് ഒരു സംസാരമോ ഒരു ഇടപെടലോ നടത്താതെ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന്, ഇത് ഞാൻ പറഞ്ഞതല്ല,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വിനിയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ കേൾക്കുക, അത് ജീവിതത്തിൽ പകർത്താതിരുന്നിട്ട് കാര്യമില്ല. എന്റെ കർത്തവ്യം ഇവിടെ നിന്ന് പറയാന്നുള്ളതാണ്. അല്ലാതെ ഓരോ നിസ്കാരങ്ങൾ നിസ്കരിച്ച് റോബോട്ട് പോണ പോലെ കറക്റ്റ് വന്ന് നിസ്കരിച്ച് വണ്ടി എടുത്ത് പോകുന്ന പണിയല്ല. ഇതൊക്കെ പറയൽ എന്റെ കടമയാണ്. അതുകൊണ്ട് അത് നീ പാലിക്കുക എന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇതൊക്കെ പാലിക്കുക, അംഗീകരിക്കുക എന്നത്. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയാനും ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോരായ്മകളൊക്കെ അല്ലാഹു തആല നികത്തി തരട്ടെ. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനുള്ളത് തീർത്ത് പൊരുത്തപ്പെട്ട് മഗ്ഫിറത്തിന്റെ പത്താണ് എന്ന ബോധത്തോടു കൂടി പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും മടങ്ങേണ്ട സമയമാണ്. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആരോടും ഒരു വെറുപ്പും പകയില്ലാതെ തെളിഞ്ഞ കൽബോടെ പടച്ച റബ്ബിലേക്ക് കൈനീട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ